once again, welcome back to Maths at 360 degree with Sonia. So, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് മെയിൻ സബ്ജക്ട് ആയിട്ട് എടുത്തിട്ടുള്ളവരുടെ കോംപ്ലിമെന്ററി മാത്തമാറ്റിക്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിൽ തന്നെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ പാർട്ട് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് എ യൂണിറ്റ് 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, 1 മാർക്കിന്റെ സെക്ഷൻ. അത് കാണാത്തവർ തീർച്ചയായിട്ടും അത് കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ. ഇത് കണ്ടിട്ട് അത് കാണുകയാണെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അതുപോലെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ക്ലാസ്സിൽ നടത്തേണ്ടതാണെങ്കിൽ അതും പറയാം, അത് നമുക്ക് പരിഗണിക്കാം. സോ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അറിയിക്കുക. ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് z ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും ആണ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. z എന്ന് പറയുന്നത് എക്സിന്റെയും വൈയുടെയും ഫംഗ്ഷൻ ആണ്. പക്ഷെ നമുക്ക് ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് മാത്രം പാർഷ്യലി ഡെറിവേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർഷ്യൽ ഡെറിവേഷന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞതിന്റെ അടുത്ത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേരിയബിൾസ് എല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ എക്സ് സ്ക്വയർ വൈ മൈനസ് എക്സ് സൈൻ എക്സ് വൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ, അപ്പൊ വൈ അവിടെ കോൺസ്റ്റന്റ് ആണ്. എക്സ് സ്ക്വയറിന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പാർഷ്യലി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ 2xy എന്ന് കിട്ടും. അടുത്ത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ സൈൻ എക്സ് വൈ ഉണ്ട്. അപ്പം ഇത് എക്സിന്റെ ഫംഗ്ഷൻ ആണ്. സൈൻ എക്സ് വൈയിലും ആരുണ്ട്? എക്സ് ഉണ്ട്. അപ്പൊ രണ്ട് ഫംഗ്ഷനിലും എക്സ് ഉണ്ട്. സോ നമുക്ക് അവിടെ പ്രോഡക്റ്റ് റൂൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു? മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു സൈൻ എക്സ് വൈ. പ്രോഡക്റ്റ് റൂൾ നിങ്ങൾക്ക് അറിയാലോ, യു വി ഹോൾ ഡാഷ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു വി ഡാഷ് പ്ലസ് വി ഇൻറ്റു യു ഡാഷ്. നേരത്തെ മീൻസ് പ്രോഡക്റ്റ് റൂള്. സോ നമുക്ക് അവിടെ എന്ത് എഴുതാം? മൈനസ് സൈൻ എക്സ് വൈ മൈനസ് അടുത്തത് എന്ത് ചെയ്യും? സൈൻ എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? വൈ ആണ്. സോ അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് വൈ കോസ് എക്സ് വൈ. അടുത്ത ഡോ സെഡ് ബൈ ഡോ വൈ ഇതുപോലെ തന്നെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സെഡിൽ എക്സ് സ്ക്വയർ വൈ, അപ്പൊ നമുക്ക് അവിടെ അറിയാം വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യേണ്ടത്. സോ എക്സ് സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്, വൈന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ആദ്യത്തെ ടൈം എന്ത് വരും? എക്സ് സ്ക്വയർ വരും. അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എക്സ് സൈൻ എക്സ് വൈ ആ, പക്ഷെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യേണ്ടതുകൊണ്ട് ഈ എക്സ് കോൺസ്റ്റന്റ് ആ. സോ സൈൻ എക്സ് വൈയുടെ മാത്രം ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കോസ് എക്സ് വൈ ഇൻറ്റു എക്സ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? എക്സ്. സോ ഇൻറ്റു എക്സ് ഇവിടെ എക്സ് സ്ക്വയർ ആയി. സോ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ കോസ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം, എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് എക്സ് വൈ. ഏഴാമത്തെ ക്വസ്റ്റിന് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ ഡോ സെഡ് ബൈ ഡോ എക്സ് ഡോ സെഡ് ബൈ ഡോ വൈ അല്ല. അതിന് പകരം നമുക്ക് z ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3ax y ഒക്കെ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സും അതുപോലെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറും. അപ്പൊ ഈ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് നമുക്കറിയാം ഡെറിവേറ്റീവിന്റെ മീൻസ് ഡബിൾ ഡെറിവേറ്റീവ് ഒക്കെ വരുമ്പോഴത്തേക്കും ഓർഡർ ഓഫ് ഡെറിവേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ തന്നെയാണ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. മീൻസ് വിത്ത് റെസ്പെക്ട് ടു ഏത് ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫൈനലി ആൻസർ ഒന്നാ കിട്ടുന്നത്. സോ നമ്മളോട് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളെങ്കിൽ ഇവിടെ ഞാനിപ്പോ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ആ ചെയ്തിരിക്കുന്നത്. അത് ഈക്വൽ ടു എന്ത് കൊടുത്താൽ മതി? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ആൻസർ നോക്കാം. സോ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് മൈനസ് 3ax y ആണ് തന്നിരിക്കുന്നത്. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പം വൈ കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 3x സ്ക്വയർ ആണ്. വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് 3ax y വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1, ബാക്കിയുള്ളതെല്ലാം കോൺസ്റ്റന്റ്. സോ മൈനസ് 3ay എന്ന് വരും. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് ആയി. അടുത്ത നമുക്ക് ആരെ വേണം? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ അല്ലെങ്കിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്തതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു മീൻസ് ഈ ഡോ സെഡ് ബൈ ഡോ എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യണം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മൈനസ് 3a എന്ന് കിട്ടും. അടുത്തത് ഡോ സെഡ് ബൈ നമുക്ക് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറും കൂടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 1 മാർക്കേ കിട്ടത്തുള്ളൂ. സോ രണ്ടാമത്തെ
ചോദിച്ചതും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. സോ ഡോ സെഡ് ബൈ ഡോ വൈ. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാണ്ടിരിക്കാം. കാരണം ആദ്യം ഡോ സെഡ് ബൈ ഡോ വൈ കണ്ടുപിടിച്ചിട്ട് പിന്നെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയറും കണ്ടുപിടിക്കാം, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ ഡോ എക്സും കണ്ടുപിടിക്കാം. അപ്പം അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. കാരണം ഇത് ചെയ്യുന്നതിൽ അധികം സമയമൊന്നും അങ്ങനെ പോകത്തില്ല. സോ നമുക്ക് നോക്കാം. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഈ സെഡിന് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. എക്സ് അപ്പൊ കോൺസ്റ്റന്റ് ആണ്. സോ എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 0 ആയി, വൈ ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3y സ്ക്വയർ ആയി, മൈനസ് 3axy ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താവും, മൈനസ് 3ax ആവും. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യലി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ എക്സ് കോൺസ്റ്റന്റ് ആണ്, ഈ ടേം മുഴുവൻ 0 ആയി. 3y സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എന്താണ്? 6y. 3 into 2y that is 6y. Question. Integral 0 to 1 x square into 1 minus x square whole raised to 3/2 dx ആണ്. ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഓൾറെഡി എന്റെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ചെയ്തത് ഞാനിപ്പം സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഞാൻ ചെയ്തത് നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവര് തീർച്ചയായിട്ടും എടുത്ത് കാണാം. ഞാൻ ഏത് വീഡിയോ ആണ് എന്നുള്ളത് പറയാം. മാത്തമാറ്റിക്സ് സ്കോറുകാരുടെ 2B0 to MAT ഇന്റഗ്രൽ കാൽക്കുലസ് ആൻഡ് ലോജിക് അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ പാർട്ട് 2 7ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് 2 2ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് 2 ഞാൻ ഡിസ്കസ് ചെയ്ത 2ാമത്തെ ക്വസ്റ്റ്യൻ ആണിത്. സോ ആ എക്സ്പ്ലനേഷൻ നിങ്ങൾ കാണും. ഇപ്പൊ തീർച്ചയായിട്ടും മീൻസ് എന്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആണ് 2B02 കോർ മാത്തമാറ്റിക്സ് സബ്ജക്ട് BSc മാത്തമാറ്റിക്സിന്റെ മെയിൻ പേപ്പർ. സോ അവരുടെ പാർട്ട് 2 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും ഇതിന്റെ എക്സ്പ്ലനേഷൻ എടുത്ത് കാണുക, എഴുതി തന്നെ ഈ പ്രോബ്ലം ചെയ്ത് പഠിക്കുക കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ നമുക്കൊരു ഇന്റഗ്രൽ റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇന്റഗ്രൽ 0 to π/2 sin raised to 5x cos raised to 6x dx. അപ്പൊ ഡയറക്റ്റ് ഫോർമുല ആപ്ലിക്കേഷൻ ആണ്. സോ നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് റിഡക്ഷൻ ഫോർമുലയുടെ മീൻസ് ആ ഒരു സെക്കൻഡ് യൂണിറ്റിലെ എല്ലാ ഇക്വേഷൻസും ഇന്റഗ്രൽ സൈൻ റേസ് ടു nx, അതിന്റെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു nx, ഇന്റഗ്രൽ 0 to π/2 കോസ് റേസ് ടു nx, അതുപോലെ ഇന്റഗ്രൽ സൈൻ റേസ് ടു px ഇൻറ്റു കോസ് റേസ് ടു qx dx, ഇന്റഗ്രൽ 0 to π/2 അതിന്റെ സെയിം ഡെഫിനിറ്റ് ഇന്റഗ്രൽ. അങ്ങനെയുള്ള ഇക്വേഷൻസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ 0 to π/2 സൈൻ റേസ് ടു 5x ഇൻറ്റു കോസ് റേസ് ടു 6x dx. അപ്പൊ നമ്മൾ ഈ ജനറൽ ഫോമുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. സൈനിന്റെ പവർ പിയും കോസിന്റെ പവർ ക്യൂ ആണ്. അപ്പൊ പി ഓഡും ആണ്, ക്യൂ എന്ന് പറയുന്നത് ഈവനുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻ ഇതാണ്. അപ്പൊ ഇതുപോലെ തന്നെ പി ഈവൻ ആവുമ്പം ക്യൂ എന്ന് പറയുന്നത് ക്യൂ എന്ന് പറയുന്ന ഓടാവുമ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട്. 3 കേസ് ആയിട്ടാണ് ഈ ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സോ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം അത് ഏതാണ് ചോദിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ വന്ന് നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ മാത്രമേ ഇന്നതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഈ ഒരു സൈൻ റേസ് ടു 5x കോസ് റേസ് ടു 6x അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഉണ്ടാവും. സോ നിങ്ങൾ പഠിക്കാൻ വിട്ടുകളയരുത്. സോ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. സോ ഇതാണ് ഇക്വേഷൻ. സോ പിക്ക് പകരം ഇവിടെ 5 ആണ്, ക്യൂവിന് പകരം 6 ആണ്. സോ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ p-1 എന്ന് പറയുമ്പോൾ 5-1 ഡിവൈഡഡ് ബൈ p പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ 5+6 ഇൻറ്റു p-3 ദാറ്റ് ഈസ് 5-3 ഡിവൈഡഡ് ബൈ p പ്ലസ് ക്യൂ -2 ദാറ്റ് ഈസ് 5+6 -2. ഇനി അത് എവിടെ തീർക്കണം? 2/3 പ്ലസ് ക്യൂയിലാണ് ഈ ഒരു മൾട്ടിപ്ലിക്കേഷൻ തീർക്കണം. അപ്പൊ 2/3 പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? 5-3 2 കിട്ടി അല്ലെ. 2 ഡിവൈഡഡ് ബൈ അടുത്ത 3 പ്ലസ് ക്യൂ എന്ന് പറയുമ്പോൾ 3+9 ദാറ്റ് ഈസ് 5+6 11 11 - 2 9. സോ നമുക്ക് അവിടെ 2/3 പ്ലസ് ക്യൂ ഫോമാറ്റ് കിട്ടി അല്ലെ. അടുത്തത് നമുക്ക് എന്ത് വേണം? 1/q+1 ദാറ്റ് ഈസ് 1/6+1 1/7 വരണം അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു? അടുത്ത സ്റ്റെപ്പ് 1/6+1 എന്ന് എഴുതി. അടുത്തത് നമ്മൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ മൈനസ് ചെയ്ത് ആൻസർ എഴുതുന്നു 4/11 ഇൻറ്റു 2/9 ഇൻറ്റു 1/7. ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. 4 × 2 8 11 × 9 × 7 മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 693 എന്ന ആൻസർ കിട്ടും.
10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം തന്നെ പാർട്ട് 2 എല്ലാ ക്വസ്റ്റ്യൻസും തന്നെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങൾ എന്തായാലും ഇതെല്ലാം പഠിക്കണം കേട്ടോ. എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്തായാലും പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് കാണാതെ നിങ്ങൾ പഠിക്കണം തീർച്ചയായിട്ടും. കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി മാത്രമല്ല, അതിങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർമ്മ വരും. സോ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ ടാൻ ക്യൂബ് എക്സ് ഡി എക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് നമ്മുടെ ഇന്റഗ്രൽ ടാൻ റേസ് ടു എൻ എക്സ് ഡി എക്സിന്റെ ഫോർമുല അറിയണം. സോ ടാൻ റേസ് ടു എൻ മൈനസ് 1x ഡിവൈഡഡ് ബൈ എൻ മൈനസ് 1 പ്ലസ് ഇന്റഗ്രൽ ടാൻ റേസ് ടു എൻ മൈനസ് 2x dx. ദാറ്റ് ഈസ് ഇതിന് ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് അപ്ലൈ ചെയ്യാം. എൻ ഈക്വൽ ടു ഇവിടെ 3 ആണ്. സോ ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് നിങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ വന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാക്സ് ടേബിൾ എക്സാമിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ക്ലാക്സ് ടേബിളിൽ ഇന്റഗ്രൽ ടാൻ എക്സ് ഡി എക്സിന്റെ ഫോർമുല ഉണ്ടാവും. സോ അത് നോക്കി എഴുതുക. സോ ടാൻ സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് അതിലേക്ക് പോവാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്റഗ്രൽ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യുന്നു. റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യാതെയും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കത് ആവശ്യമാണ്, നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണണമെങ്കിൽ കമന്റിലൂടെ അറിയിക്കുക. ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആ ഒരു ഈ ഒരു റിഡക്ഷൻ ഫോർമുല യൂസ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. സോ നമുക്ക് നോക്കാം. ഇന്റഗ്രൽ സൈൻ റേസ് ടു എൻ എക്സ് ഡി എക്സിന്റെ റിഡക്ഷൻ ഫോർമുല എന്ന് പറയുന്നത് മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ റേസ് ടു എൻ മൈനസ് 1x ഡിവൈഡഡ് ബൈ എൻ പ്ലസ് എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു ഇന്റഗ്രൽ സൈൻ റേസ് ടു എൻ മൈനസ് 2x dx ഈസ് ഈക്വൽ ടു 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് കോസ് എക്സ് ഇൻറ്റു സൈൻ റേസ് ടു 2 മൈനസ് 1 ദാറ്റ് ഈസ് സൈൻ റേസ് ടു 1x സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എൻ ദാറ്റ് ഈസ് 2 പ്ലസ് എൻ മൈനസ് 1 ബൈ എൻ ദാറ്റ് ഈസ് 2 മൈനസ് 1/2 ഇന്റഗ്രൽ സൈൻ റേസ് ടു 2 മൈനസ് 2x dx. 2 മൈനസ് 2 0 ആണ്. സോ സൈൻ റേസ് ടു 0x dx. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോസിലേക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ എനി നമ്പർ റേസ് ടു 0 അല്ലെങ്കിൽ എനി ഫംഗ്ഷൻ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആണ്. സോ ഈ ഇന്റഗ്രൽ സൈൻ റേസ് ടു 0x dx എന്താവും? ഇന്റഗ്രൽ 1 dx ആവും അല്ലെ. സോ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് 1/2 ഇൻറ്റു ഇന്റഗ്രൽ 1 dx ദാറ്റ് ഈസ് എക്സ് എന്ന് വരും. സോ ഇത് നമ്മൾ ഫൈനലി എഴുതുന്നത് മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1/2 എക്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് എബവ് ബൈ ദ കർവ് y is equal to 2e raised to minus x plus x, below by the curve y is equal to e raised to x divided by 2, on the left by x is equal to 0 and on the right by y is equal to x is equal to 1. അപ്പൊ ഈ ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഏത് വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാം, കാരണം ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് നിങ്ങളിപ്പോ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സോ ഫൈനൽ ആൻസർ നമുക്ക് വരുന്നത് 3 മൈനസ് 2 ബൈ ഇ മൈനസ് ഇ ബൈ 2. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുന്നത്, ഇതെങ്ങനെ ചെയ്യാം, ഏരിയ വെച്ച് മീൻസ് എക്സിന്റെ വൈഡ് എല്ലാ ലിമിറ്റ്സ് നമുക്ക് അവിടെ എഴുതണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ കാണേണ്ട വീഡിയോ എന്ന് പറയുന്നത്, ഇതിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവർ കാണേണ്ട വീഡിയോ എന്ന് പറയുന്നത് ഫിസിക്സുകാരുടെ മീൻസ് കോംപ്ലിമെന്ററി ഫിസിക്സുകാരുടെ മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പാർട്ട് 2 13ാമത്തെ ക്വസ്റ്റ്യൻ, പാർട്ട് 2 ഞാൻ ചെയ്ത 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മീൻസ് 9ാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ട് 2 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഡിസ്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അതും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ ഒരു വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഫിസിക്സുകാരുടെ കോംപ്ലിമെന്ററി ഫിസിക്സുകാരുടെ 2C02 MAT PH കോംപ്ലിമെന്ററി ഫിസിക്സുകാരുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പാർട്ട് 2 വീഡിയോ എടുത്ത് കാണുക കേട്ടോ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ മീൻസ് എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവര്. 13ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കൊരു പോളാർ ഇക്വേഷൻ തന്നിട്ടുണ്ട്. പോളാർ ഇക്വേഷന്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ഇക്വേഷൻ അറിയണം. പോളാർ കാർട്ടീഷ്യനിലേക്ക് ആക്കാനാണെങ്കിലും കാർട്ടീഷ്യൻ പോളാറിലേക്ക് ആക്കാനാണെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പൊ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നത് ലെഫ്റ്റിലോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. സോ 2 കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു 4. ഇനി ഈ ബ്രാക്കറ്റ് മീൻസ് ഓപ്പൺ ചെയ്യാണ്.
സോ 2r cos theta minus r sin theta is equal to 4. സോ x equal to r cos theta ആണ്. സോ r cos theta ക്ക് പകരം x എഴുതാം. ഇവിടെ ഒരു 2 ഓൾറെഡി ഉണ്ട്. സോ 2x ആയി. അടുത്ത മൈനസ് r sin theta. r sin theta എന്താണ്? y ആണ്. സോ 2x minus y is equal to 4. സോ ഇതാണ് ആൻസർ. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ അറിയണം എന്താണ് x is equal to r cos theta, y equal to r sin theta. അതുപോലും അറിയാത്ത കുട്ടികളുണ്ട്. സോ നിങ്ങൾ ഇത് കാണുന്നവർ തീർച്ചയായിട്ടും അത് ഓർത്ത് വെക്കുക. എന്തായാലും പോളാർ കാർട്ടീഷ്യനിലേക്കോ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പോളാറിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും വരും. 14ാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഐഗൻ വാല്യൂസിന്റെ സമ്മും പ്രോഡക്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടാണ് അവർ തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. കമ്പ്യൂട്ടർ സയൻസിന്റെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ BCAക്കാരുടെയോ അവരുടെ ആരുടെയോ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. സോ ഒരു ട്രയാങ്കുലർ മെട്രിക്സിന്റെ കാര്യം പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ താഴോട്ടുള്ള എലമെന്റ്സ് എല്ലാം എന്താണ്? 0 ആണ്. അപ്പം അങ്ങനെയുള്ള മെട്രിക്സിന് നമ്മൾ ജനറലി ഒരു പേര് വിളിക്കും ട്രയാങ്കുലർ മെട്രിക്സസ്. അപ്പൊ ഇവിടെ ഡയഗണൽ എലമെന്റ്സിന്റെ താഴോട്ടുള്ള 0 ആണ്, മുകളിലോട്ടുള്ളത് നോൺ സീറോ ആണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഇനി ഇതേ സമയം ഈ 146 ഇവിടെ വന്നിട്ട് ഇവിടെ മുഴുവൻ 0 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സസ് ആണ്. അപ്പൊ നമുക്ക് മീൻസ് ഇത് സിമ്പിൾ ആയിട്ട് ഈ അപ്പർ ലോവർ മീൻസ് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും മാറിപ്പോകും അപ്പർ ഏതാണ് ലോവർ ഏതാണ് എന്നുള്ളത് ഡൗട്ട് വരും. അപ്പം ഞാൻ ഓർത്ത് വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കനം കൂടുതൽ എവിടെയാണോ അത് അപ്പം ഇപ്പം ഇവിടെ വരുമ്പോൾ അപ്പർ ഡയഗണലിന്റെ മുകളിലോട്ട് താഴോട്ട് മുകളിൽ 0 താഴെ 0 അങ്ങനെയുള്ളതാണ് എന്നറിയാം. പക്ഷെ മുകളിൽ 0 വരുമ്പോഴാണോ താഴെ 0 വരുമ്പോഴാണോ അപ്പർ ലോവർ ആ ഒരു കൺഫ്യൂഷൻ വരും. അപ്പം ഇനി നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലോട്ടാണ് കനം കൂടുതൽ. അപ്പൊ അതെന്തായി? അപ്പർ ട്രയാങ്കുലർ ആയി. നോൺ സീറോ ആവുമ്പോഴാണല്ലോ നമുക്ക് അവിടെ ഒരു കനം കൂടുതൽ എന്ന് പറയാൻ പറ്റുക. സോ അതുപോലെ തന്നെ ഇത് മീൻസ് ഒരു പൊട്ട കൺസെപ്റ്റ് ആണോ, എന്നാൽ പോലും നിങ്ങൾക്ക് മീൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ സില്ലി ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലിരിക്കുക. അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ഡെഫിനേഷൻ വെച്ച് പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഒന്നും ഓർമ്മയിരിക്കത്തില്ല. ഇനി അതേസമയം ഈ ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലോട്ട് മുഴുവൻ 0s ആണ്, ഡയഗണലിന്റെ താഴോട്ട് മുഴുവൻ നോൺ സീറോ ആണെങ്കിൽ കനം കൂടുതൽ എവിടെയാ? താഴെയാണ്. അപ്പൊ അതെന്തായി? ലോവർ ട്രയാങ്കുലർ മെട്രിസസ് ആയി. അപ്പൊ ഇനി നിങ്ങൾ അപ്പർ ട്രയാങ്കുലർ എന്താണ് ലോവർ ട്രയാങ്കുലർ എന്താണ് എന്ന് മറന്നു പോവരുത് കേട്ടോ. സോ നമുക്ക് ഇനി ഇതിന്റെ സ്പെഷ്യാലിറ്റി പറയണം അല്ലെ. അപ്പൊ ഇത് അപ്പർ ആണോ ലോവർ ആണോ? ട്രയാങ്കുലർ മെട്രിക്സസ് അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ നോൺ സീറോ ഉണ്ടാവുള്ളൂ, താഴെ മുകളിലും എല്ലാം എന്തായിരിക്കും? 0s ആയിരിക്കും. അപ്പം അപ്പർ ലോവർ അല്ലെങ്കിൽ ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെന്റ്സ് ആയിരിക്കും 3, 2, 5. അപ്പൊ ഇവിടെ നമ്മുടെ ഐഗൻ വാല്യൂസ് ആരൊക്കെയാണ്? 3, 2, 5. ഇനിയിപ്പോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് എഴുതാനാണെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്നാണ് കിട്ടേണ്ടത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പൊ ഇതെങ്ങനെ വരും? ഡിറ്റർമിനന്റ് ഓഫ് 3 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ 1 4 0 2 മൈനസ് ലാംഡ 6 0 0 5 മൈനസ് ലാംഡ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വരുന്നത് ഡിറ്റർമിനന്റ് ഓഫ് a മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ്. അപ്പൊ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് ലാംഡ ഇൻറ്റു മീൻസ് ഈ ഒരു കോളത്തിലൂടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ 3 മൈനസ് ലാംഡ ഇൻറ്റു 2 മൈനസ് ലാംഡ ഇൻറ്റു 5 മൈനസ് ലാംഡ മൈനസ് 6 ഇൻറ്റു 0 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0. അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും, അല്ലെങ്കിൽ ലാംഡ ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. ഇങ്ങനെയും സിമ്പിൾ ആയിട്ട് ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കാം. എപ്പോഴും ഓർക്കുക ട്രയാങ്കുലർ മെട്രിക്സ് അപ്പറോ ലോവറോ ഡയഗണലോ മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എലമെന്റ്സ് തന്നെയാണ്. സോ ഇവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? 3, 2, 5 ആണ് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ്. സോ ഇതിന്റെ സം ഓഫ് ഐഗൻ വാല്യൂസ് സിമ്പിൾ ആയിട്ട് ഇത് ആഡ് ചെയ്യാം. മീൻസ് ഇത് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടത്തില്ല, കാരണം സിമ്പിൾ ഡയറക്റ്റ് ആണ്. സോ ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടത്തുള്ളൂ. ജസ്റ്റ് ഒന്ന് കൂട്ടി എഴുതുക. പക്ഷെ ചില കുട്ടികൾ മറന്നു പോകും. അത് മറന്നു പോവാതെ ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ച് പ്രോബ്ലം ചെയ്യുക. സോ 3 + 2 5 5 + 5 10. അടുത്ത പ്രോഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂസ് 3 × 2 × 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 30. ബിയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ടുണ്ട്. ഈ ക്വാഡ്രാറ്റിക് ഫോമിന്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് എഴുതാൻ വേണ്ടിയിട്ട് മെട്രിക്സ് റെപ്രസെന്റേഷൻ നമ്മൾ എഴുതണം. അപ്പൊ ഒരു ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് എങ്ങനെയാണ് എഴുതുന്നുള്ളത് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് ഓർമ്മയിലാണെങ്കിൽ BCAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലാണ്, BCAയുടെ പാർട്ട് A ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഞാൻ ക്വാഡ്രാറ്റിക് ഫോം എഴുതിയത് എന്ന് തോന്നുന്നു. BCA അല്ലെങ്കിൽ
സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സോ അത് നിങ്ങൾ നോക്കുക. അപ്പം നമുക്ക് എന്തായാലും ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ കിട്ടി. ക്വാഡ്രാറ്റിക് ഫോം എഴുതുന്ന 2 ക്വസ്റ്റ്യൻ കിട്ടി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അത് സ്പെഷ്യലി എടുത്തു പറഞ്ഞത്. സോ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ കൂടി എടുത്തു നോക്കുക കേട്ടോ. പാർട്ട് എ ആണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോസ് നോക്കുന്ന സമയത്ത് എന്റെ ചാനലില് പ്ലേലിസ്റ്റില് ഡിഗ്രി ക്ലാസ്സസ് എന്ന് പറഞ്ഞിട്ട് പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ഡിഗ്രി ക്ലാസ്സസിൽ ഞാൻ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡിസ്കഷൻ മുഴുവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് എടുത്ത് അതിന്റെ അകത്ത് പാർട്ട് 1 പാർട്ട് 2 അല്ലെങ്കിൽ ഞാൻ അതിന്റെ തംബ്നെയിലില് 1, 2, 3 എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഫോർ BCA, ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെയുണ്ട്. അത് നോക്കി നിങ്ങൾ എടുത്ത് കാണുക കേട്ടോ. കാരണം ഒരു പാർട്ട് പോലും മിസ് ചെയ്യാണ്ട് കാണണം. ഞാൻ ഓൾറെഡി എല്ലാവരും തന്നെ കമന്റ്സ് ഇടുന്നുണ്ട്, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്, നല്ല ക്ലാസ് ആണ്. അപ്പൊ നിങ്ങൾ ഒരു പാർട്ട് പോലും കാണാണ്ടിരിക്കരുത്. സോ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി വീഡിയോസ് എടുത്ത് കാണുക. സോ നമുക്ക് ഇവിടെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു മെട്രിക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് മെട്രിക്സ് എഴുതാനായിട്ട് ഞാൻ ഒരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ട്? X ഉണ്ട്, Y ഉണ്ട്, Z ഉണ്ട്. ഇനി വേരിയബിൾസ് ഒന്നുമില്ല അല്ലെ. അപ്പൊ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു 3x3 മെട്രിക്സ് ആയിരിക്കും. എത്ര വേരിയബിൾസ് ഉണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും എന്ത് നമ്മുടെ മെട്രിക്സ്. അപ്പൊ ഞാൻ ഒരു 3x3 മെട്രിക്സ് വരയ്ക്കാനുള്ള ഒരു മെട്രിക്സിന്റെ ഇത് വരച്ചു കേട്ടോ. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു പെൻസിൽ എടുക്കുക. പെൻസിൽ എടുത്തിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വേരിയബിൾസ് ഇല്ലേ അത് ഇവിടെ XYZ താഴോട്ട് എഴുതി, ഇവിടെ റോ ആയിട്ട് XYZ ഇങ്ങനെ എഴുതി. ഓക്കെ ആണല്ലോ. അപ്പൊ പെൻസിലും കൊണ്ട് എഴുതണം. അത് കാരണം അവസാനം നമുക്ക് മായ്ച്ചു കളയണം. കാരണം ആ XYZ അവിടെ വേണ്ട. പക്ഷെ നിങ്ങൾക്ക് എഴുതുന്നത് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പെൻസിൽ വെച്ച് എഴുതിച്ചത്. സോ അടുത്ത് നമ്മൾ എന്ത് നോക്കുന്നു? അടുത്ത X². അപ്പൊ ഈ ഒരു ഓരോ ടേംസിന്റെയും കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മൾ ഈ മെട്രിക്സ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇവിടെ X² എന്ന് പറയുമ്പോൾ X × X ഇങ്ങനെയാണ് നമ്മൾ X² നോക്കുന്നത്. X പൊസിഷൻ X² എന്ന് പറഞ്ഞാൽ X × X ആണ്. ദാറ്റ് ഈസ് XX പൊസിഷൻ. XX പൊസിഷൻ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. സോ XX പൊസിഷന്റെ കോഎഫിഷ്യന്റ് X² കോഎഫിഷ്യന്റ് 1 ആണ്. സോ XX പൊസിഷനിൽ ഏത് എലമെന്റ് വരും? 1 വരും. അടുത്ത ഡയഗണൽ, അടുത്ത 5y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YY പൊസിഷൻ. YY പൊസിഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ഡയഗണൽ പൊസിഷൻ അല്ലെ. അപ്പൊ അതിന്റെ കോഎഫിഷ്യന്റ് എത്രയാണ്? 5. YY പൊസിഷൻ വേറെ ഇല്ല. സോ ഇത് 5 എഴുതി. അടുത്ത ഏതാ? Z² ഉണ്ട്. Z²ന്റെ ഇത് എത്രയാണ്? 1 ആണ്. ഇനിയിപ്പം Z² ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ Z പൊസിഷനിൽ എന്താണ്? 0 വരും. അല്ലെങ്കിൽ ഇപ്പൊ Y² നിങ്ങളുടെ തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോമിൽ ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ അതെന്താവും? 0 ആവും. അങ്ങനെയാണ് കേട്ടോ. ഇല്ലാത്തത് നമ്മൾ 0 ആയിട്ട് എഴുതും. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ 2xy അടുത്ത ടേം. 2xy എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ XY പൊസിഷൻ ഏതൊക്കെയാണ് എന്നുള്ളത് അറിയണം. അപ്പൊ XY പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇത് X, ഇത് Y, ഇതൊരു XY പൊസിഷൻ ആണ് അല്ലെ. അതുപോലെ തന്നെ ഇത് Y, ഇത് X, ഇതും ഒരു XY പൊസിഷൻ. X × Y പൊസിഷൻ അല്ലെങ്കിൽ Y × X പൊസിഷൻ രണ്ടും സെയിം ആണ്. സോ 2 XY പൊസിഷൻ നമുക്ക് കിട്ടി. പക്ഷെ XYയുടെ കോഎഫിഷ്യന്റ് എത്രയാ? 2 ആണ്. അപ്പൊ ഈ 2നെ നമുക്ക് ഈ 2 പൊസിഷനിലേക്കുമായിട്ട് ഈക്വൽ ആയിട്ട് കൊടുക്കണം. ഒന്നിന് കൂടുതൽ ഒന്നിന് കുറവൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ XYയുടെ കോഎഫിഷ്യന്റിനെ ഈക്വലി ഡിവൈഡ് ചെയ്തു. 2ന്റെ പകുതി എത്രയാണ്? 1. സോ നമ്മൾ ഇവിടെ എന്ത് എഴുതി? 1, 1. സോ XY പൊസിഷന് 2 എണ്ണം കൊടുത്തു. അടുത്ത ഏതാ? 2YZ അല്ലെ. 2YZ എന്ന് പറയുമ്പോൾ YZ പൊസിഷൻ ഏതൊക്കെയാണ് എന്ന് അറിയണം. ഇവിടെ Y, ഇവിടെ Z. അപ്പൊ YZ പൊസിഷനായി. അടുത്ത ഒരു YZ പൊസിഷനും കൂടി ഉണ്ട്. അപ്പൊ അതേതാ? ഇവിടെ Y, ഇവിടെ Z. സോ ഇതൊരു YZ പൊസിഷനാണ്. Z പൊസിഷൻ എഴുതിയത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിന് എത്ര കൊടുക്കണം? YZന്റെ കോഎഫിഷ്യന്റ് 2 ആണ്. സോ 2ന്റെ ഈക്വൽ ഡിവിഷൻ 1 ആണ്. സോ ഇത് 1, ഇത് 1. അടുത്തത് ZX. ZX എന്ന് പറയുമ്പോൾ പൊസിഷൻ ഏതൊക്കെയാ? Z, X. അതുപോലെ തന്നെ ഇവിടെ നിന്ന് Z, ഇവിടെ നിന്ന് X. ഈ 2 പൊസിഷൻ. ഈ പൊസിഷനിലേക്ക് എത്ര കൊടുക്കണം? ZXന്റെ കോഎഫിഷ്യന്റ് 6 ആണ്. സോ 6ന്റെ പകുതി 3. സോ ഇതാണ് നമ്മുടെ റിക്വയർഡ് മെട്രിക്സ്. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യണം? ഈ XYZ മായ്ച്ചു കളയണം. സോ ദ ആൻസർ ഈസ് മെട്രിക്സ് 1 1 3 1 5 1 3 1 1. സോ നമ്മൾ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് മാർക്ക് ഇവാലുവേഷൻ ആണ്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ പാഠത്തിൽ നിന്ന് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. സോ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും യൂണിറ്റ് 2 നിന്നാണ് പാർട്ട് ബിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ യൂണിറ്റും ഏതാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. എങ്കിൽ പോലും ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾസ് ആണ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഒക്കെ വരുന്ന പാഠമാണ്. അപ്പം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളത് പറയാം. 6ാമത്തെയും 7ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് യൂണിറ്റ് 1 നിന്ന് വന്നിട്ടുള്ളത്. അടുത്തത് യൂണിറ്റ് 2 എന്ന് പറയുന്നത്
പറയുന്നത് ഇന്റഗ്രേഷന്റെ റിഡക്ഷൻ ഫോർമുല, ഇന്റഗ്രൽ സൈൻ റേസ് ടു എൻ എക്സ്, ഇന്റഗ്രൽ കോസ് റേസ് ടു എൻ എക്സ്, ഇന്റഗ്രൽ ടാൻ റേസ് ടു എൻ എക്സ്, ആ ഒരു സെക്ഷൻസ് ഒക്കെ വരുന്ന പാഠമാണ്. അപ്പൊ നമുക്ക് യൂണിറ്റ് 2 എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് നിന്നാണ് 8, 9, 10, 11. സോ ഒരു ഇമ്പോർട്ടന്റ് പാഠമാണ്, നിങ്ങൾ പഠിക്കണം. സിമ്പിൾ ആയിട്ട് 4 ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇന്റഗ്രൽസ് ആണ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ ഒക്കെ വരുന്ന പാഠം. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 12ാമത്തെയും 13ാമത്തെയും ക്വസ്റ്റ്യൻ ആണ് മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. അടുത്തത് 4ാമത്തെ യൂണിറ്റ് ലീനിയർ ഓൾജിബ്രയാണ്, മെട്രീസസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്? 14ാമത്തെയും 15ാമത്തെയും ക്വസ്റ്റ്യൻസ് ആണ് 4ാമത്തെ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ പാർട്ട് സിയും പാർട്ട് ഡിയും ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കും.